സ്തോത്രം, സ്തോത്രം, പ്രൈസ് ഗോഡ്, സ്തോത്രം. വിഷയം ആത്മസന്തോഷം. ഹല്ലേലൂയ. ആർക്ക്? ദൈവമക്കൾക്കാണ് ആത്മസന്തോഷം. 1 തെസ്സലോനിക്കർ 4:16-17 നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, ഹല്ലേലൂയ, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എത്ര വിലയേറിയതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം എത്ര വിലപ്പെട്ടത്. ആത്മസന്തോഷത്തിൽ ഉള്ളം നിറയുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയാണ് ഈ വചനത്തിൽ കൂടെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ സഭയെ ചേർപ്പാൻ കർത്താവിൻ്റെ വരവ്, ഹല്ലേലൂയ, കാണിക്കുന്നു. ഹല്ലേലൂയ. ഈ സർവശക്തനായ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. അവനാൽ എല്ലാം സാധ്യമാണ്. കർത്താവായ ദൈവം അറിയാതെ ഒന്നും ഭൂമുഖത്തും പ്രപഞ്ചത്തും സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാം അറിയുന്നു. അതിനാൽ എന്തു തന്നെ ഉണ്ടായാലും ദൈവമക്കൾ ആത്മാവിൽ സന്തോഷിച്ച് ആർപ്പിടുകയും ഒപ്പം അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുക. ആ ആത്മമണ്ഡലത്തിൽ നിൽക്കാം. കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ നമുക്ക് ദൈവമക്കൾക്ക് സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കാം. ഹല്ലേലൂയ. നമ്മൾക്ക് ജയം മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ജയം മാത്രമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ്, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റും ലോകത്തിലും എന്തെല്ലാം നടന്നാലും, സഭയെ ഉപദ്രവിച്ചാലും, ഹല്ലേലൂയ, ജനത്തെ ഉപദ്രവിച്ചാലും ഭയപ്പെടരുതേ. ഹല്ലേലൂയ. ഇത്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ തുടക്കം തൊട്ടേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ സമയമാണ്. ആ വരവിൻ്റെ സമയത്ത് തിരുവചനം പറയുന്ന ഈറ്റുനോവ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നാം ഒട്ടും ഭയപ്പെടരുത്. ഹല്ലേലൂയ. കാരണം, ഹല്ലേലൂയ, നമുക്ക് കിട്ടിയ മഹാസൗഭാഗ്യം മറ്റുള്ളവരിലേക്കും പകരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അനേകർ നമ്മുടെ മാർഗത്തിലേക്ക് വരുവാനുണ്ട്. അവർ, ഹല്ലേലൂയ, അവർ സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ദൈവശക്തിയെ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ പാളയം വിട്ട്, ഹല്ലേലൂയ, ആ ജനം ക്രിസ്തു മാർഗത്തിലേക്ക്, അതായത് രക്ഷയുടെ മാർഗത്തിലേക്ക് അവർ കടന്നു വരും. ഹല്ലേലൂയ. അവർ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ജനം, ശത്രുപാളയത്തിൽ ജനം കുറയും. അതായത് 1-ാം നൂറ്റാണ്ടിൽ, ഹല്ലേലൂയ, മർക്കോസിൻ്റെ മാളിക മുകളിൽ, ഹല്ലേലൂയ, അവർ ഇരുന്ന് കഴിഞ്ഞ് അഭിഷേകം പ്രാപിച്ചു വെളിയിലിറങ്ങുമ്പോൾ, പത്രോസ് പ്രസംഗിക്കുമ്പോൾ ജനം അവിടെ കൂടുകയാണ്. ധൈര്യത്തോടെ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നിങ്ങളാണ് കൊന്നതെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ 3000-ഓളം പേരാണ് അവിടെ സ്നാനമേറ്റത്. അവർക്ക് കൃപാവരം കിട്ടി. ഉയരത്തിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഹല്ലേലൂയ. അതിൻ്റെ ബാക്കി നോക്കിയാൽ അത് പിന്നെയും വളരുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്ന് ഇവിടെയും സംഭവിക്കേണ്ടത്. അനേകർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാനുണ്ട്. അവർ നമ്മുടെ, ഹല്ലേലൂയ, ദൈവശക്തി അറിഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ. ശത്രു പാളയത്തിൽ ജനസംഖ്യ കുറയും. അവൻ പരാജയപ്പെടും. ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ദൈവമക്കൾക്ക്, ദൈവസഭകൾക്ക് കഴിയണം. അത് അഭിഷേകത്തിൽ കൂടെ, ഹല്ലേലൂയ, കർത്താവ് നമ്മൾക്ക് നൽകിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതിൽ വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക, അന്യഭാഷയിൽ പറയുക. സഭയിൽ മാത്രമല്ല, പുറത്ത് നിൽക്കുമ്പോഴും അവസരം ഉള്ളപ്പോൾ അന്യഭാഷ പറയുക. തിരുവചനം വായിക്കുക. വായിക്കേണ്ടത് ഉൽപ്പത്തി തൊട്ട്
വെളിപ്പാട് വരെ 66 പുസ്തകം തുടർച്ചയായിട്ട് വായിക്കുക. വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി ഹല്ലേലൂയ അത് മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണല്ലോ പുതിയ നിയമം. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, വീണ്ടും വരവേ നമുക്ക് ആത്മാവിൽ സന്തോഷിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലെന്നേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലെന്നേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഷോർട്ട് മെസ്സേജാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മസന്തോഷത്തിൽ ആയിരിക്കുക. കർത്താവിൻ്റെ വരവിൻ്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. ലോകത്തെ മറക്കുക. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യം തിരുവചനം പറയുന്നത് പോലെ വചനത്തിൽ കൂടെ മാത്രം ലോകത്തിലേക്ക് നോക്കുക, അല്ലാതെ നോക്കാൻ പാടില്ല. വചനം എന്ത് പറയുന്നു അതനുസരിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ.